മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നൊക്കെയോ ചെയ്ത തെറ്റുകളും എന്നൊക്കെയോ നമ്മൾ കാണിച്ച കുറേ കുഴപ്പങ്ങളും എന്നും ഓർമ്മിച്ച് വെച്ച് അതിന് പ്രതികാര ബുദ്ധിയോടുകൂടെയും അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ പെരുമാറുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം അതല്ല. നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിരുന്നാലും, എന്തൊക്കെ ലംഘനങ്ങൾ ചെയ്തിരുന്നാലും, ഏതൊക്കെ അതിക്രമങ്ങൾ ചെയ്തിരുന്നാലും അതെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ചാൽ പിന്നെ ആ പാപങ്ങളെ ഒരു നാളും ദൈവം ഓർക്കുകയില്ല. ഒരു നാളും പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ അന്ന് ചെയ്തു പോയ തെറ്റ്, ഒരു പാപം നമ്മൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പണ്ട് ചെയ്ത പാപത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. പണ്ട് ചെയ്തു പോയ ലംഘനങ്ങളെയും അതിക്രമങ്ങളെയും ഓർത്ത് നമ്മൾ വീണ്ടും വീണ്ടും വിഷമിക്കേണ്ട. ദൈവം അത് ക്ഷമിച്ചിട്ടുണ്ടാവോ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും സംശയത്തോടെ നോക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ എൻ്റെ വചനങ്ങളല്ല പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. മീഖ 7-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പറയുന്നു, ദൈവം നമ്മളോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങൾ ഇല്ലാതാക്കും, അവരുടെ പാപങ്ങളെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ എറിഞ്ഞു കളയും. പ്രിയമുള്ളവരെ, ഈ പറയുന്ന ഒരു ഭാഗം വളരെ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മളോട് വീണ്ടും കരുണ കാണിക്കും. നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം വീണ്ടും നമ്മളോട് കരുണ കാണിക്കും. എന്നിട്ട് ദൈവം നമ്മളോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അകൃത്യങ്ങളെ ദൈവം ഇല്ലാതാക്കി കളയും. എത്ര വലിയ കൊടും പാപമായിരുന്നാലും അതിനെ ദൈവം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കളയും. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം വായ് തുറന്ന് ദൈവത്തോട് നമ്മൾ പറയുക. അടുത്ത് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പാപങ്ങളെയൊക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിൽ ദൈവം എറിഞ്ഞു കളയും. പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ, പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത രീതിയിൽ, ഒരിക്കലും വലിച്ചു കയറ്റാൻ പറ്റാത്ത രീതിയിൽ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നമ്മുടെ പാപങ്ങളെ ദൈവം എറിഞ്ഞു കളയും. എത്ര നല്ല ദൈവം, മഹാകരുണയുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെയും പാപങ്ങളെയും കുറ്റങ്ങളെയും എല്ലാം ഏറ്റുപറഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ധൈര്യമായിട്ട് മുമ്പിലോട്ട് പോകാം. പഴയ പാപങ്ങളെ നമ്മൾ ഓർക്കണ്ട, പഴയ അകൃത്യങ്ങളെ നിങ്ങൾ ഓർക്കണ്ട. ഇനി മുൻപിലോട്ട് നമുക്കേറെ കാര്യങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ചെയ്യാനുണ്ട്. ദൈവത്തിനായിട്ട് ജീവിക്കുക, ദൈവത്തിനായിട്ട് വളരുക. ഗോഡ് ബ്ലെസ് യു.